നെയ്മർ ഫാൻ ആയിരുന്നു. നല്ലോണം പാളിയ സംഭവമാണ്. അത് 8 നില പൊട്ടി. അത് പറഞ്ഞില്ലല്ലോ അല്ലേ? പൊട്ടി. പ്രസിഡന്റിന്റെ സ്ഥലം വേറെ ഏതോ കുട്ടിയാണ്. അതൊന്നും എനിക്ക് മനസ്സിലായ. സ്കൂളിൽ എത്ര ഫാൻസ് ഉണ്ട് എനിക്ക്. ഹായ് ഫ്രണ്ട്സ്, DD വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ കുറെ പേര് കമന്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ഇൻ യുവർ ഐപാഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത്രയും കാലം വാട്ട് ഈസ് ഇൻ യുവർ ടാബ് ആണ് ചെയ്തത്. ഇപ്പൊ ഐപാഡൊക്കെ ആയി ഗൈസ്, എന്താ ചെയ്യുക. അപ്പൊ പിന്നെ ഐപാഡ് വാട്ട് ഈസ് ഇൻ യുവർ ഐപാഡല്ലേ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ഇടാൻ പറഞ്ഞ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വാട്ട്സ് ഇൻ മൈ ഐപാഡ് ആസ്ക് സംതിങ് അബൌട്ട് മൈ ഐപാഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഞാൻ 1 hour മുന്നെയാണ് ഞാൻ ഇട്ടത്. അപ്പം ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഒരു ഫോട്ടോ ഇതായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ്. അപ്പം അതിൽ കമന്റ് 90 കറക്റ്റ് 90 കമന്റ് വന്നിട്ടുണ്ട്, 90 കമന്റ്. അപ്പം അതിൽ റിപ്പീറ്റ് ആയിട്ട് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട് അപ്പം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുന്നതാണ്. എന്റെ ഐപാഡിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് കുറെ മറ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഹിസ്റ്ററി അങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ട് ഗൈസ്. അത് നിങ്ങൾക്ക് കാണാം. അപ്പൊ അതൊക്കെ എനിക്ക് കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് എന്നാണ്. ഓഫ് കോഴ്സ് എൻ്റെ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഇൻസ്റ്റഗ്രാം ആണ് ഗൈസ്. എൻ്റെ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഇൻസ്റ്റഗ്രാം ആണ്. ഞാൻ ടാബ് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യണത് ഇൻസ്റ്റഗ്രാം ആയിരിക്കും. കാരണം എനിക്ക് ഇൻസ്റ്റഗ്രാം റീല് കാണണം. പിന്നെ ഞാൻ എന്തെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ മേഘന MCCO അക്കൗണ്ടിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലോ റീൽ ഇട്ടിട്ടുണ്ടെങ്കിലോ അതിന് റീച്ചായോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ നോക്കുക. LLN മൂവി ലൈഫ് ലിവിംഗ് എന്ന യൂട്യൂബ് ചാനലിന്റെ സെയിം ഇൻസ്റ്റഗ്രാം ID ആണ് LLN മൂവി. അപ്പം അതാണ് ഞാൻ തൽക്കാലം റീല് കാണാനും പിന്നെ റീല് സേവ് ചെയ്ത് വെക്കാനും അതിനൊക്കെ ഞാൻ യൂസ് ചെയ്യണ ഇൻസ്റ്റഗ്രാം ആണത്. അപ്പോൾ ഞാൻ മെയിൻലി ഇൻസ്റ്റഗ്രാം ആണ് മോസ്റ്റ് യൂസ്ഡ് ആപ്പ്. സെക്കൻഡ് സ്ക്രീൻ ടൈം ആണ്. അപ്പം ഇന്ന് മൊത്തത്തിൽ ഇന്നിപ്പോൾ എത്രാം തീയതി, 25-ാം തീയതി, ജൂൺ 25-ാം തീയതി. ഇന്നത്തെ സ്ക്രീൻ ടൈം ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഞാൻ നല്ലോണം സ്ക്രീൻ ടൈം ഉണ്ടായിട്ടുണ്ടാകും. കാരണം ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കി, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. പിന്നെ ഞാൻ ഗൂഗിളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ഫസ്റ്റ് ഞാൻ ഗൂഗിളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. പിന്നെ മനസ്സിലായത് അയ്യോ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ആൻസർ അല്ലല്ലോ പറയേണ്ടത്. നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനനുസരിച്ചുള്ള ആൻസർ അല്ലേ ഞാൻ പറയേണ്ടത്. പിന്നെയാണ് ആലോചിച്ചത്. അപ്പം അങ്ങനെ കുറേ നല്ല സ്ക്രീൻ ടൈം ഉണ്ടാവും. ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ ഇങ്ങനെ കാണിക്കണ 14 hours എന്ന്. ഞാൻ നേരത്തെ നോക്കുമ്പോൾ 2 hours ചെയ്യുന്നു അല്ലേ. ഇതൊക്കെ 14 hours ഒന്നുമില്ല. പിന്നെ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് അത്ര മണിക്കൂറായിട്ടില്ല. ഇത് പക്ഷെ ഇങ്ങനെയാണ്. നേരത്തെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞുതരാം 2 hours 45 minutes ആണ് കാണിച്ചത്. ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് എന്തായാലും ഒരു അരമണിക്കൂർ നോക്കി. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ChatGPT കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. അങ്ങനെ കുറച്ച് മണിക്കൂർ അങ്ങനെ പോയതാണ് ഗൈസ്. ഇതിപ്പോൾ 14 hours എന്തിനാണ് കാണിക്കണത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഈ ആഴ്ചത്തെ മൊത്തത്തെയാണോ തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് വാട്ട്സ് യുവർ ഫേവറേറ്റ് ആപ്പാണ്. അത് മോസ്റ്റ് യൂസ്ഡ് ആപ്പിന്റെ സെയിം ആൻസർ തന്നെയാണ് ഗൈസ്. ഇൻസ്റ്റഗ്രാം ആണ് എൻ്റെ ഫേവറേറ്റ് ആപ്പ്. ഇൻസ്റ്റഗ്രാം ഇല്ലാതെ എനിക്ക് പറ്റില്ല ഗൈസ്. ആൻഡ് യൂട്യൂബ് ഞാൻ യൂസ് ചെയ്യണില്ല, പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആണ് യൂട്യൂബ്. കാരണം യൂട്യൂബിൽ നിന്നാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ യൂട്യൂബ് എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഇൻസ്റ്റഗ്രാമാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ ആസ്മി ക്വസ്റ്റ്യൻ ആയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. യുവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഒക്കെ ചോദിക്കുന്നുണ്ട്. ആസ്മി ക്വസ്റ്റ്യൻ ആയോ ഡൗട്ട് ഉണ്ട്. എന്തായാലും ഞാൻ അതിന് പറയാൻ എന്തായാലും വായിച്ചതല്ലേ. യുവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. എനിക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്, ഹഷ്മി. അത് ചൈൽഡ്ഹുഡ് അല്ല, ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങള് 12 years ആയിട്ട് ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. 13 years ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. പിന്നെ കസിൻസ് എൻ്റെ ഫ്രണ്ട്സ് ആണ്. ഹിമ ചേച്ചി ആൻഡ് ദയാബി പാർവതി, ദയ ചേച്ചി
ഇവരെ വീട്ടിൽ വിളിക്കുന്ന പേര് ഞാൻ പറയുന്നില്ല. സോ അത് അവർക്ക് ഭയങ്കര എംബാരസിങ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വാട്ട് ഈസ് യുവർ വാൾപേപ്പർ ഇൻ ഐപാഡ്? ആസ് പെർ ഞാൻ ഒരു നെയ്മർ ഫാൻ ആയിരുന്നു. ബാക്കിലിരിക്കണൊന്നും കളിക്കാരല്ല, ആരൊക്കെയോ ആണ്. നെയ്മറിന് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്ത് ChatGPT-നോട് കറക്റ്റ് പ്രോംപ്റ്റ് ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ എൻ്റെ ഹോം സ്ക്രീന് വാൾപേപ്പർ നെയ്മർ തന്നെയാണ്, നെയ്മറും ടീമും. ലോക്ക് സ്ക്രീന് വേറെ ഹോം സ്ക്രീന് വേറെ, പക്ഷെ രണ്ടും നെയ്മറാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി. ഗൂഗിൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറ്. ഗൂഗിൾ അല്ല, ഇതിൽ ക്രോമാണ് ഗൈസ് ഉള്ളത്. അപ്പൊ ഞാൻ ക്രോമിന് ലാസ്റ്റ് സെർച്ച് ചെയ്തത് കറക്റ്റ് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീൽ നെക്സ്റ്റ് മാച്ച് എപ്പോഴാണ് എന്നുള്ളത്. അപ്പം അത് എത്ര, ജൂൺ 29 10:30 രാത്രി 10:30 പറഞ്ഞിട്ടുള്ളത്. ബ്രസീൽ വേഴ്സസ് TBDO. അതേതാ ടീമെന്ന് എനിക്കറിയില്ല, എനിക്ക് ബ്രസീൽ ടീം മാത്രമേ അറിയുള്ളൂ. ഒപ്പണന്റ് നിൽക്കണ കാര്യം അറിയില്ല. ടാബ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിച്ച് ആപ്പ് ഓപ്പൺസ് ഫസ്റ്റ്? ഓഫ് കോഴ്സ് ഇൻസ്റ്റഗ്രാം. ഫേവറേറ്റ് ഗെയിം ഇൻ ഐപാഡ്? ഞാൻ ഐപാഡിൽ ഞാൻ ഗെയിം അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. മിനിമിലിറ്റി ഉണ്ട്, ലുഡോ ഉണ്ട്. ഇതിൽ എന്റെ ഫേവറേറ്റ് മിനിമിലിറ്റി ആണ്. പഴയതും ഉണ്ട്, എനിക്ക് പഴയതാണ് ഇഷ്ടം. ആൻഡ് അത് രണ്ടും മാത്രമേ ഉള്ളൂ. ഞാൻ അല്ലാതെ വേറെ ഗെയിം ഒന്നും കേട്ടിട്ടില്ല. കാരണം എനിക്ക് ഗെയിം പിന്നെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗെയിം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലോട്ട് പോകും കോൺസെൻട്രേഷൻ. സോ ഞാൻ ഗെയിം അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ കണ്ട് മടുക്കുമ്പോൾ നമുക്ക് എപ്പോഴേലും ഒരു സാധനം മടുക്കുമല്ലോ. അപ്പം ഇൻസ്റ്റഗ്രാം കണ്ട് ഇങ്ങനെ റീല് കണ്ട് മടുക്കുമ്പോൾ പിന്നെ ഞാൻ നേരെ യൂട്യൂബിലേക്ക് പോകും. യൂട്യൂബിലേക്ക് പോയിട്ട് ഞാൻ നമ്മുടെ പുതിയ വീഡിയോന്റെ കമന്റ്സ് നോക്കും. ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടുള്ള വീഡിയോന്റെ കമന്റ് നോക്കും. അപ്പോൾ കമന്റ് നോക്കുമ്പം അങ്ങനെ കുറേ കമന്റ് ഇങ്ങനെ വായിക്കും. പക്ഷെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റലില്ല. കാരണം ആ ചാനല് ഈ ഐപാഡിലില്ല, വേറൊരു ഒറ്റ ഫോണിലുള്ളൂ. പപ്പേൻ്റെ ഒറ്റ ഫോണിലുള്ളൂ. പക്ഷെ പപ്പേൻ്റെ ഫോൺ അങ്ങനെ കിട്ടാനില്ല ഗൈസ്. കാരണം പപ്പയ്ക്ക് ഓൾവേസ് എന്തെങ്കിലുമൊക്കെ ബിസിനസ് സംഭവങ്ങൾ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ യുവർ ChatGPT ഹിസ്റ്ററി. ആൻഡ് അത് എനിക്ക് ഇഷ്ടമായി ആ ക്വസ്റ്റ്യൻ. അഞ്ജു ലിയോൺ ആണ് ചോദിച്ചത്, ചിലപ്പം പാരന്റ്സിന്റെ ഫോൺ. ആൻഡ് മൈ ChatGPT ഹിസ്റ്ററി ലാസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തത് ഐപാഡ് യൂട്യൂബ് വീഡിയോസ് ഐഡിയാസ്. ഞാൻ ആക്ച്വലി ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഐപാഡ് നമ്മളെ വാട്ട്സ് ഇൻ മൈ ഐപാഡ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് ഞാൻ നോക്കിയത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവസാനം. പിന്നെ ക്ലാസ് 11 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്, നെയ്മർ ജൂനിയർ വാൾപേപ്പർ സ്റ്റൈൽസ്, ബയോളജി ചാപ്റ്റർ 8 സമ്മറി, എംപെറിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല +1 ആൻഡ് +2 പഠിക്കുന്നവർക്ക് അറിയാം. നെയ്മർ ഫോട്ടോഷൂട്ട് റിക്വസ്റ്റ്. അതാണ്. ക്ലാസ് 11 കെമിസ്ട്രി ഓവർവ്യൂ, പോർട്രേറ്റ് ഓഫ് എ ലേഡി, സ്കൂൾ ഇലക്ഷൻ ഡിബേറ്റ് ഫോർ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ബാക്കിയില്ല. പ്രസിഡന്റ് സ്പീച്ച്, സ്കൂൾ പ്രസിഡന്റ് സ്പീച്ച് ഉണ്ട് ഗൈസ്. അത് ഓഫ്കോഴ്സ് നല്ലോണം പാളിയ സംഭവമാണ്. അത് 8 നില പൊട്ടി. അത് പറഞ്ഞില്ലല്ലോ അല്ലേ, പൊട്ടി. പ്രസിഡന്റിന്റെ സ്ഥലം വേറെ ഏതോ കുട്ടിയാണ്. അതൊന്നും എനിക്ക് മനസ്സിലായ. സ്കൂളിൽ എത്ര ഫാൻസ് ഉണ്ട് എനിക്ക്. ഞാൻ വിളിച്ചു എല്ലാ കുട്ടികളും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. മക്കളെ അങ്ങനെയായിരുന്നു ഞാന്. കുട്ടികളൊക്കെ വോട്ട് ചേച്ചി വോട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പോയി. കുട്ടികളൊക്കെ പറഞ്ഞു ചേച്ചിക്ക് 5 വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. മറ്റേ ചേച്ചിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത്. ഒരു +2 പഠിക്കണ താത്തയാണ് ജയിച്ചത്. അത് നല്ല എക്സ്പീരിയൻസ്, നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ചേച്ചി എന്നെ തൂക്കുന്നു. അപ്പം ആ ചേച്ചി തൂക്കി ഗൈസ്. ആൻഡ് നല്ലൊരു പ്രസിഡന്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഷീ ഡിസേർവ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. 90 ക്വസ്റ്റ്യൻ വന്നതിൽ കുറെ റിപ്പീറ്റഡ് ആയിരുന്നു. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് സെർച്ചിങ് ഗൂഗിള്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചു തന്നത് ലാസ്റ്റത്തെ ഗൂഗിൾ സെർച്ചാണ്. അപ്പോൾ ഇവർ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് സെർച്ചാണ് ഗൂഗിളത്തെ.
നെയ്മർ വാൾപേപ്പർ 4K സാൻഡോസ് എന്താന്ന് പോലും അറിയില്ല കേട്ടോ നെയ്മർ ഫാനായിട്ട്. അതുകൊണ്ട് ഞാൻ നെയ്മർ വാൾപേപ്പർ എന്നാണ് അടിച്ചത്. എനിക്ക് വാൾപേപ്പർ വേണം, നല്ല കിഡിലൻ വാൾപേപ്പർ വേണം. സോ അതാണ് ഞാൻ ഫസ്റ്റ് അടിച്ചു കൊടുത്തത്. ശരിക്കും അതൊന്നും അല്ല, ഇതിനു മുന്നേ എത്രയോ കുറേ സംഭവം ഞാൻ ഗൂഗിളിൽ ക്രോമിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ലിമിറ്റിനാണല്ലോ വരിക, ഒരു ലിമിറ്റ് വരെ കാണിക്കുള്ളല്ലോ. അപ്പോൾ അങ്ങനെ കാണിച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചത് നെയ്മർ വാൾപേപ്പറാണ്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ആസ്മി ക്വസ്റ്റ്യൻ അല്ലല്ലോ. അയ്യോ ആസ്മി ക്വസ്റ്റ്യൻ മാറിയില്ലേ, പെട്ടെന്ന് ഷടപടേന്ന് വേഗം കമ്മ്യൂണിറ്റി പോസ്റ്റ്. ഫസ്റ്റ് അമ്മ പറഞ്ഞു ഓക്കെ വാട്ട്സ് ഇൻ മൈ ടാബ്, ഐപാഡ് എടുക്കാം. ഓക്കെ അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പം 90 കമന്റ്സ് വന്നു. പിന്നെ അപ്പൊ തന്നെ ഓക്കെ വീഡിയോ എടുക്കാതെ 10:15 10 മണിയായി സമയം. 10 മണിയായി വീഡിയോ എടുത്ത് കഴിഞ്ഞ് കമന്റ് ഉണ്ടാവുന്നല്ലോ, ചിലപ്പോ ഇനി ഇട്ടോണ്ടിരിക്കും ചിലപ്പോ മതി. ഞാൻ ശരിക്കും പറഞ്ഞത് 30 മിനിറ്റ്സ് ലിമിറ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. പിന്നെ ബാക്ക് സ്പേസ് അടിച്ചു, കാരണം ഇവർ എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കാണുന്നതെന്ന് അറിയില്ലല്ലോ. ഇനി എങ്ങനത്തെ വീഡിയോസ് ആണ് ഇടേണ്ടതെന്ന് നിങ്ങൾ പറയാ. അപ്പോൾ വാട്ട്സ് ഇൻ മൈ ടാബ് നിങ്ങളെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്തിരിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് എവരി വൺ ലൈക്സ് ഇറ്റ്. ഇംഗ്ലീഷൊക്കെ വെരി ഗുഡ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യണം ഇനി അങ്ങനത്തെ വീഡിയോസ് ആണ് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.